നമസ്കാരം, റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നവകേരളം മാലിന്യമുക്തം പരിപാടിയുടെ ഭാഗമായി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയൂരിലെ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ വരുന്ന മാർച്ച് 30-ന് മുമ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തും ഇന്ന് ഈ ആയൂർ ടൗണിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ബസ് സ്റ്റാൻഡ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ആയൂർ പട്ടണത്തിൽ എല്ലാ ഇടറോഡുകളും ഉൾപ്പെടുന്ന എല്ലാ ഭാഗങ്ങളും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതി നടപ്പിലാക്കുവാനാണ് പരിശ്രമിക്കുന്നത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആയൂർ പട്ടണം കൊല്ലം ജില്ലയിലെ തന്നെ ഒരു പ്രധാന പട്ടണമാണ്. ഈ പട്ടണം സീറോ വേസ്റ്റ് പട്ടണമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ആയൂർ പട്ടണം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ബഡ്ജറ്റ് വർഷം 2 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചെടിച്ചട്ടികളിൽ മനോഹരമായ ചെടികളെല്ലാം തന്നെ വെച്ചുപിടിപ്പിച്ച് ആയൂര് സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കൂടി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും തനതായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ കൂടി ക്ലീനിങ്ങെല്ലാം പൂർത്തിയാക്കി ഈ മാസത്തോടുകൂടി മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പട്ടണപ്രദേശമായ ആയൂരിൽ ഈ KSRTC ഓപ്പറേറ്റിംഗ് സെന്ററുമായി ബന്ധപ്പെട്ട് 2022-23 വർഷം ഏതാണ്ട് 18 ലക്ഷം രൂപ വകയിരുത്തി ഇതിന്റെ മെയിൻ്റനൻസ് പണികൾക്ക് തുക വകയിരുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം വന്നൊരു ഓർഡർ മെയിൻ്റനൻസ് ഫണ്ട് കൊണ്ട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ള സാഹചര്യം വന്ന് ആഡിറ്റ് അബ്ജക്ഷൻ വന്നപ്പോഴാണ് ഈ 18 ലക്ഷം രൂപയുടെ വർക്ക് പെൻഡിങ്ങിലായത്. എന്നാൽ 25-26 വാർഷിക പദ്ധതിയിൽ തനത് ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ഈ വാർഡ് പ്രദേശത്തെ ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയിട്ടുണ്ട്. തുടർന്ന് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലോടുകൂടി പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ സമർപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുന്നേ ഈ ഓപ്പറേറ്റിംഗ് സെന്റർ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് 20 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് പണി കൂടി പൂർത്തിയാകുമ്പോൾ മനോഹരമായ ബസ് സ്റ്റാൻഡും പരിസര പ്രദേശവുമായി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത്.